നമസ്കാരം, ഞാൻ ഡോക്ടർ എനില മേരി ജോബ്സൺ. നമ്മൾ വെയിറ്റ് കുറയാനായിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ലോസിനെ പറ്റിയ ഒരുപാട് ഡയറ്റുകളുടെ വീഡിയോ ആണെങ്കിലും എന്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് കൂടാതിരിക്കാനായിട്ട്, അതായത് ആ ഒരു നോർമൽ വെയിറ്റ് എങ്ങനെ മാനേജ് ചെയ്ത് പോകാം എന്നുള്ളൊരു ഒരു 10 മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. പലപ്പോഴും നിങ്ങൾ വെയിറ്റ് ലോസിന്റെ ഡയറ്റുകൾ എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നോർമലി പയ്യെ പയ്യെ വെയിറ്റ് കൂടുന്നവർക്കാണെങ്കിലും എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് പാടില്ല, നമുക്ക് ഈ വെയിറ്റ് കുറച്ചവരാണെങ്കിൽ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ വെയിറ്റ് കുറയാനായിട്ട് ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ പറയാൻ പോകുന്ന ആ ഒരു 10 കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവരാണെങ്കിലും കുറഞ്ഞവരാണെങ്കിലും ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക. പലപ്പോഴും വെയിറ്റ് ലോസിന്റെ ടൈമിൽ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്തല്ല നിങ്ങൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ നോർമലി യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്ത് ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവില്ല. ഒരു ബാലൻസ്ഡ് ഡയറ്റിലായിരിക്കില്ല ഇവർ പോകുക. ഒരുപാട് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ വെയിറ്റ് ആണ് അവിടെ കുറയുന്നത്. അവിടെ ഒരിക്കലും നിങ്ങളുടെ ബോഡി ഫാറ്റ് കുറയുന്നില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നതിന്റെ കാരണം ആ ഒരു വാട്ടർ വെയിറ്റ് കുറയുന്നതുകൊണ്ടാണ്. പക്ഷെ അതേസമയം നിങ്ങൾ ആ ഒരു ഡയറ്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ പോയ വെയിറ്റ് അതുപോലെ തന്നെ തിരിച്ചു വരും. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എല്ലാ പ്രാവശ്യം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈവൻ വെയിറ്റ് ലോസിന്റെ ടൈമിലാണെങ്കിലും നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ നല്ല പോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീന്, ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കണം. പലരും എടുക്കുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് ഭക്ഷണം ഒരുപാട് അങ്ങ് കുറയ്ക്കും, അന്ന് ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കാര്യങ്ങളൊന്നും തന്നെ അപ്പോൾ കിട്ടില്ല. പക്ഷെ നമ്മൾ ഹെൽത്തി ഫാറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും നമ്മൾ എടുക്കേണ്ട ഘടകമാണ്. ഈവൻ വെയിറ്റ് ലോസിന്റെ ടൈമിലാണെങ്കിൽ കൂടി നമ്മൾ നോക്കേണ്ടത് നമ്മൾ എത്രത്തോളം കലോറി ഇൻടേക്ക് എടുക്കുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എപ്പോഴും നോക്കി കറക്റ്റായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി ബാലൻസ്ഡ് ഡയറ്റ് അല്ല എടുക്കണമെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറയാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ വെയിറ്റ് കൂടുകയാണ് ചെയ്യുക. പലപ്പോഴും എല്ലാവരും ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഡയറ്റ് എടുക്കുമ്പോൾ ഇതാണ് ഒരു പ്രശ്നം വരുന്നത്. പലർക്കും അറിയില്ല നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറയണ്ടേ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന പല ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആകുമ്പോൾ ഒന്നാമത്തെ കാര്യം അവിടെ ക്രേവിങ്സ് വളരെയധികം കൂടുതലായിട്ട് വരും. അത് നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യില്ല, വെയിറ്റ് കൂടാനായിട്ടാണ് കാരണമാകുന്നത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനുള്ള ഫുഡാണ്. അത് വളരെയധികം പ്രോട്ടീനും വളരെയധികം ന്യൂട്രിയൻസും നിറഞ്ഞ ഭക്ഷണമായിരിക്കണം. ഈവൻ ഡയറ്റിന്റെ ടൈമിലാണെങ്കിൽ കൂടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കേണ്ടത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രേവിങ്സ് കാര്യങ്ങളൊക്കെ കൂടും. അതേസമയം ഈ പറയുന്ന രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രേവിങ്സ് കുറയാനായിട്ടാണെങ്കിലും നിങ്ങളുടെ ആ ഒരു വെയിറ്റ് ലോസിന്റെ ഗോളിലോട്ട് എത്താനാണെങ്കിലും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ശരിക്കും പറയുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ ഡയറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം എല്ലാവരുടെയും ശരീരം വ്യത്യാസമാണ്. വെയിറ്റ് കൂടുന്ന കാരണങ്ങൾ പലതാണ്. നമ്മുടെ ശരീരത്താണെങ്കിലും ഫാറ്റിന്റെ കണ്ടന്റ് ഉണ്ട്, പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്, മസിൽ മാസ് ഉണ്ട്, വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഈവൻ ഫാറ്റ് ആണെങ്കിൽ കൂടി അത് ചിലപ്പോൾ അവയവങ്ങളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ സ്കിന്നിന്റെ താഴത്തെ ആ ഒരു ലെയറിൽ സ്റ്റോർ ചെയ്തിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ ഡയറ്റ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഒരു ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഡയറ്റ് എടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഡയറ്റ് അല്ല എടുക്കുന്നതെങ്കിൽ അത് ആ വെയിറ്റ് കൂടാനായിട്ടാണ് ചാൻസ്. കാരണം നമ്മൾ ആ ഡയറ്റ് എടുക്കുമ്പോൾ കുറയുമെങ്കിലും അത് അതുപോലെ തന്നെ 1-2 ആഴ്ചകൾക്കുള്ളിൽ ഇത് അതുപോലെ തന്നെ കൂടും. നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 3 മാസം അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഡയറ്റ് എടുത്തത്. ഒരു 2 ആഴ്ചക്കുള്ള ആ ഡയറ്റ് വീണ്ടും നോർമൽ വെയിറ്റിലോട്ട് എത്തുകയാണെങ്കിൽ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ്. അപ്പം നിങ്ങളുടെ ശരീരത്ത് ഏതാണ് കൂടുതൽ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഡയറ്റാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരിക്കലും കോമൺ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യരുതെന്ന് പറയുന്നത്. പലരുടെയും കണ്ടീഷൻ വ്യത്യാസമാണ്, ശരീരത്തിനനുസരിച്ചുള്ള ഡയറ്റ് എടുക്കുക. ഇനി മൂന്നാമത്തെ കാര്യമാണ് പ്രോട്ടീൻ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക. കാരണം ഈ മുട്ട എന്നൊക്കെ പറയുന്ന വെയിറ്റ് ലോസിന് പറ്റിയ ഒരു ഫുഡാണ്. ഇതിലൊക്കെ നന്നായിട്ട് പ്രോട്ടീൻ ഉണ്ട്.
നമ്മൾ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പൊതുവെ നമ്മുടെ വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസുകളുണ്ട്. അതിനെ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ടും ദഹന പ്രക്രിയ നന്നായിട്ട് കൂടാനായിട്ടും ഇൻക്രീസ് ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് എടുക്കുക. ഇനി നാലാമത്തെ കാര്യം, നാര് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതായത് ഫൈബർ അടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് വളരെയധികം കുറയുകയും നമുക്ക് ദീർഘസമയം നമുക്ക് വയറ് നല്ലപോലെ ഫുള്ളായ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് സ്നാക്സ് എടുക്കുന്നത് കാര്യങ്ങളാണെങ്കിലും ക്രേവിങ്സ് ആണെങ്കിലും ഇത് കുറയ്ക്കാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഡൈജഷൻ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുകയുള്ളൂ. അപ്പോൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യമാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലവരുണ്ട് നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് തീർക്കുന്നവർ. അങ്ങനെ ഒരിക്കലും കഴിക്കരുത്. നമ്മൾ ആസ്വദിച്ച് പയ്യെ വേണം ചവച്ച് അരച്ച് കഴിക്കാനായിട്ട്. കാരണം നമ്മൾ ഈവൻ ഫോൺ യൂസ് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അടക്കം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് ഫോണിലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ അറിയാതെ നമ്മൾ നോർമലി കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ഇത് ഓവർ ഈറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ പയ്യെ നല്ലപോലെ സലൈവ ഒക്കെ അതിൽ ഇൻക്ലൂഡ് ആക്കി ചവച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു കാര്യമാണ് വെള്ളം നന്നായിട്ട് കുടിക്കാൻ. പ്രത്യേകിച്ച് ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഹെർബൽ ടീ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും ഹെർബൽ ടീ കുടിച്ച് പലരുടെ ധാരണ എങ്ങനെയാണ്, ഹെർബൽ ടീ കുടിച്ചു കഴിഞ്ഞാൽ കിലോ കണക്കിന് വെയിറ്റ് കുറയും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഹെർബൽ ടീ കുടിക്കുന്നതിന്റെ കൂടെ തന്നെ ഉച്ചയ്ക്ക് ഒരു ഫുൾ ചിക്കൻ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കലോറി ഇൻടേക്ക് അതിനനുസരിച്ച് കൂടുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഹെർബൽ ടീ എന്ന് പറയുന്നത് ഡയറ്റിന്റെ സമയത്ത് അത് ഫാസ്റ്റ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഒരിക്കലും ഒരു ഹെർബൽ ടീ കുടിച്ച് നോർമലി നമ്മൾ വളരെയധികം കലോറി ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അവിടെ വെയിറ്റ് ലോസ് നടക്കില്ല. ഡയറ്റ് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റിന്റെ കൂടെ ഹെർബൽ ടീ അല്ലെങ്കിൽ ലെമൺ ഹണി വാട്ടർ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയാനായിട്ട് അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഹെർബൽ ടീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലപോലെ കറക്റ്റായിട്ട് ഡയറ്റ് പ്ലാൻ എടുക്കുന്നവരാണ് അതിന് യോജ്യമായിട്ടുള്ള ഹെർബൽ ടീകൾ എടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇനി ഏഴാമത്തെ കാര്യമാണ്, ഒരുപാട് രാത്രിയായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. അതായത് ലേറ്റ് നൈറ്റ് സ്നാക്സുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ശീലമുള്ളവരാണെങ്കിൽ അത് മാക്സിമം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ലേറ്റ് നൈറ്റ് ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കുക, ഒന്ന് നമ്മുടെ ഡയറ്റ് അവിടെ ബ്രേക്ക് ആവുകയാണ്. പിന്നെ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബ്രെയിൻ വഴി ഒരു റിതം ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും കറക്റ്റായിട്ട് ഉറങ്ങാനായിട്ടുള്ളതാണെങ്കിലും വിശപ്പ് കൺട്രോൾ ചെയ്യുന്നത്, ഇതിനൊക്കെ ഒരു റിതം ഉണ്ട്. അപ്പോൾ അത് തെറ്റാനായിട്ടും കാരണമാകുന്നുണ്ട്. പിന്നെ എട്ടാമത്തെ കാര്യമാണ്, നമ്മൾ സ്ട്രെസ്സ് നല്ലപോലെ കൺട്രോൾ ചെയ്യണം. കാരണം നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ടെൻഷൻ ഉള്ള സമയത്ത് നമ്മുടെ ശരീരത്ത് കോർട്ടിസോളിൻ്റെ അളവ് വളരെയധികം കൂടും. അപ്പോൾ കോർട്ടിസോളിൻ്റെ അളവ് വളരെയധികം കൂടിയിരിക്കുന്ന സമയത്താണ് ഒന്ന് നമ്മൾ ഇമോഷണലി വീക്ക് ആകുകയും ആ സമയത്ത് നമ്മൾ ഓവർ ഈറ്റിങ്ങിനും കാരണമാകുന്നുണ്ട്. അത് മാത്രമല്ല, പൊതുവെ കോർട്ടിസോൾ കൂടുതലായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്ത് ഫാറ്റ് ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഫാറ്റ് അടിഞ്ഞുകൂടാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി 9ാമത്തെ പോയിന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉറക്കം. നമ്മൾ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്ത് ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കും. അത് ഒബേസിറ്റിക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും കറക്റ്റ് ആ ഒരു മണിക്കൂറുകളോളം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇനി 10ാമത്തെ പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ ഡയറ്റ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ബേൺ ആകണമെങ്കിൽ നമ്മൾ ആ ഒരു കലോറി ഇൻടേക്കിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിരിക്കണം. എന്നാലാണ് നമ്മുടെ ശരീരത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ബേൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ദഹന പ്രക്രിയ നന്നായിട്ട് മെറ്റബോളിസം കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൂട്ടാനാണെങ്കിലും ആ ഒരു ക്രേവിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടാണെങ്കിലും ബാക്കി അസുഖങ്ങൾ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതും സപ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ എക്സസൈസ് മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു 10 പോയിന്റ് വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവരാണെങ്കിലും ശരീരഭാരം കൂട്ടാതെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നവർക്കാണെങ്കിലും ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങളും ഇതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, വെയിറ്റ് ലോസ് മാത്രമല്ല, നമുക്ക് ഏത് അസുഖങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആയുർജൻ യൂട്യൂബ് ചാനലിൽ വേറെയും കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതും കാണാനായിട്ട് ശ്രമിക്കുക. This is Dr. Inla Mary Jobson signing off.